ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയുടെ സംസ്ഥാനതല പരിപാടിയുടെ പ്രചാരകരായി മുസ്ലിം ലീഗ് നേതാക്കൾ എത്തുന്നു. സക്കാത്ത് സമാഹരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറം എംപിയും മുസ്ലിം ലീഗ് മുതിർന്ന നേതാവുമായ ഇ.ടി. മുഹമ്മദ് ബഷീർ. ഈ പരിപാടിയുടെ ലോഗോ മുനവർ അലി തങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കെ.ടി. സ്വാലിഹ് വിവരങ്ങളുമായി ചേരുന്നു. സ്വാലിഹ്, പുറമെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും ഒക്കെ പറയുകയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുക്കുകയെങ്കിലും മച്ചാ കമ്പനിയായി വരികയാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും. വിനിഷ, ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള ബൈത്തു സക്കാത്ത് കേരളയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം 31-ന് കണ്ണൂരിലാണ് നടക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ പി മുജീബുർ റഹ്മാൻ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ അമീർ പി മുജീബുർ റഹ്മാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങാണ്. മുസ്ലിം ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും മലപ്പുറം എംപിയുമായ ഇ.ടി. മുഹമ്മദ് ബഷീറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ സക്കാത്ത് ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം ചെയ്തത് യൂത്ത് ലീഗ് അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. സംഭവം വാർത്തയായതോടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ആ ഫോട്ടോ അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നതിനിടയിലാണ് ഈ പരസ്യമായി പരിപാടികളിൽ നേതാക്കൾ പങ്കെടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടിയുമായി നേരത്തെ സഹകരിക്കാറുണ്ടെങ്കിലും ഈ സംഘടന നേരിട്ട് നടത്തുന്ന, ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് നടത്തുന്ന പരിപാടികളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നത് പതിവില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി വേദി പങ്കിടുന്നതും സഹകരിക്കുന്നതിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇ.കെ. വിഭാഗവുമെല്ലാം ഒരുപോലെ അതൃപ്തി അറിയിച്ചിരുന്നു. ഇതൊന്നും വകവെക്കാതെയാണ് ഇപ്പോൾ നേതാക്കൾ പരസ്യമായി ഈ പരിപാടിയുടെ പ്രചാരകരായി മാറിയിരിക്കുന്നത്. വിനിഷ, സ്വാലിഹ്, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗിനൊപ്പമുള്ള സാമുദായിക സംഘടനകളെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ലീഗിന്റെ കൂട്ടുകെട്ടിനെ പരസ്യമായി ഈ മുന്നണി യോഗത്തിലടക്കം, ലീഗ് യോഗത്തിലടക്കം എതിർക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ നിലപാടിനെ ഒന്നും വകവയ്ക്കുന്നില്ല ലീഗ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രചാരകരായി ഇ.ടി. മുഹമ്മദ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ വരുമ്പോൾ ഇത് ലീഗ് നേതൃത്വം അറിയാതെയല്ല ഇക്കാര്യങ്ങളൊന്നും സംഭവിക്കുന്നത്. ലീഗ് നേതാക്കൾ തന്നെ നേരിട്ടാണ് പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ. നേതാക്കൾ തന്നെ നേരിട്ട് പങ്കെടുക്കുകയാണ്. യു.ഡി.എഫിലാകട്ടെ ഈ വെൽഫെയർ പാർട്ടിയുമായൊക്കെ സഹകരിക്കുന്നതിൽ കാര്യമായ എതിർപ്പ് ഇല്ലതാനും. അത് പക്ഷെ പൊതുസമൂഹത്തിൽ ഇത് വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത് പരിഗണിക്കാതെ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമി തന്നെ നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയിൽ ലീഗ് നേതാക്കൾ പ്രചാരകരായി പങ്കെടുക്കുന്നത്, അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനൊക്കെ എത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സക്കാത്ത് ക്യാമ്പയിൻ. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് സക്കാത്താണ് പ്രധാന വഴിയെന്ന് പറഞ്ഞ് അവർ നടത്തുന്ന ഒരു പരിപാടിയാണിത്. വലിയ തോതിൽ ഫണ്ട് സമാഹരിക്കുകയും വലിയ ധനസഹായമൊക്കെ നൽകി വരുന്ന ഒരു പരിപാടി കൂടിയാണിത്. ഇത് സ്വാഭാവികമായും മുസ്ലിം മറ്റു സംഘടനകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, എ.പി. വിഭാഗവും ഇ.കെ. വിഭാഗവും ഒക്കെ ഉൾപ്പെടെ വരുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന സംഘടനകൾക്കെല്ലാം ഇതിൽ വലിയ അതൃപ്തിയുണ്ട്. ഇത് നേരിട്ട് തന്നെ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ പരസ്യമായി ജമാഅത്തുമായി സഹകരിക്കരുത് എന്ന് സമസ്ത ആവശ്യപ്പെട്ടിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെ ഈ താൽക്കാലികമായി വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഈ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഇപ്പോഴത്തെ ഈ കൂട്ടുകെട്ട്, അവർ പരസ്യമായി ഒരു വേദിയിലേക്ക് ഒരുമിച്ചെത്തുന്നു, ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പരസ്യമായി ഒരു വേദിയിലേക്ക് ഒരുമിച്ചെത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള സംഭവങ്ങൾ വരാനിരിക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാർട്ടികളുമായി ലീഗിൻ്റെ ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും ലീഗിനും ഗുണം ചെയ്യില്ല, യു.ഡി.എഫ് മുന്നണിക്കും ഗുണം ചെയ്യില്ല എന്നിരിക്കെ ഈ രീതിയിൽ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമായോ? പി.എം.എ. സലാമൊക്കെ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നല്ലോ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സൗഹൃദം പുതിയ കാര്യമല്ല. നേരത്തെ
കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരസ്യമായി മലപ്പുറത്ത് ഉൾപ്പെടെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന് മലപ്പുറത്ത് നടക്കുമ്പോൾ അതിൽ ഉൾപ്പെടെ പരസ്യമായി ഓഫീസ് തുറന്ന് വെൽഫെയർ പാർട്ടി ഘടകകക്ഷി പോലെ തന്നെ പ്രവർത്തിച്ച ആളുകളാണ്. പരസ്പരം ഈ സൗഹൃദം ഇത്തരത്തിൽ പരസ്യമായി UDF പിന്തുണക്കുന്നതും നേരത്തെ തന്നെ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന, മതരാഷ്ട്രവാദികളായ ഇവർ നേരിട്ട് നടത്തുന്ന ഒരു പരിപാടി, അവരുടെ അജണ്ടയുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ മതപരമായ അജണ്ടകളും രാഷ്ട്രീയ അജണ്ടകളും എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ ബൈത്തു സക്കാത്ത് എന്ന് പറയുന്നത്. ആ പരിപാടിയിൽ തന്നെ നേതാക്കൾ പങ്കെടുക്കുന്നു എന്നതാണ് ഇതിൽ ഗൗരവപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സൗഹൃദം നേരത്തെ തന്നെ UDF-ഉം മുസ്ലിം ലീഗും ഒക്കെ സ്വീകരിച്ചു വന്നിരുന്നതാണ്. അതിന്റെ തുടർച്ച അത് വീണ്ടും ആവർത്തിക്കാനോ അല്ലെങ്കിൽ ആ സൗഹൃദം അവർ തുടരുന്നുണ്ട്. പക്ഷേ സംഘടനാപരമായി മതപരമായി ഒക്കെ ഇത്തരം വേദികളിൽ പങ്കെടുക്കുന്നത് പതിവില്ലാത്ത കാര്യമാണ്. അതുകൂടി മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരിക്കുന്നു. നിമിഷ.